ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട PSC പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ആറ്റമാണ് അല്ലേ. നോക്കണേ. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന സമയത്ത് എന്താ ബോളിലേക്ക് നോക്ക്. ആറ്റം പറയുമ്പോൾ ആദ്യം ആരെ പരിചയപ്പെടുക, എന്താണ് ദ്രവ്യം എന്ന് പരിചയപ്പെടുക. ബോളിലേക്ക് നോക്കണേ. ആറ്റം പറയുന്നതിന് ആദ്യം നമ്മൾ ആരെ പരിചയപ്പെടുക, എന്താണ് ദ്രവ്യം എന്ന് പരിചയപ്പെടുക. ഒന്ന് ബോളിലേക്ക് നോക്കണേ. മലയാളത്തിൽ ദ്രവ്യമെന്നും ഇംഗ്ലീഷ് നമുക്ക് എന്ത് വിളിക്കുകയാണെ, മാറ്റർ എന്ന് പറഞ്ഞ് വിളിക്കുക അല്ലേ. നോക്കൂ, മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുമ്പോഴും ഒരേ സമയം 3 കണ്ടീഷൻ നോക്കണേ. ഒരേ സമയം 3 കണ്ടീഷനാണ്. ഒന്ന്, ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാവണം. 2, അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവണം. 3, നോ ലൈഫ്, ജീവൻ ഉണ്ടായിരിക്കരുത്. ശ്രദ്ധിക്കണേ. ഒരേ സമയം 3 കണ്ടീഷൻ. 1, ഇരിക്കാൻ കുറച്ച് സ്ഥലം. 2, അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയിറ്റ്. 3, ജീവൻ ഉണ്ടായിരിക്കരുത്. അപ്പോൾ ഒരേ സമയം 3 കണ്ടീഷൻ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും തീർച്ചയായിട്ടും നമുക്ക് എന്ത് വിളിക്കുകയാണെ, ദ്രവ്യം അല്ലെങ്കിൽ വിളിപ്പേരെന്താ, മാറ്റർ. ഫോർ എക്സാമ്പിൾ താണ്ടേ ഈ പേനയ്ക്ക് ഇരിക്കാൻ ഇത്രയും സ്ഥലം വേണ്ടേ, വേണം. ചെറിയൊരു വെയിറ്റ് ഉണ്ടോ, ഉണ്ട്. ജീവനുണ്ടോ, ഇല്ല. റിമോട്ട്, കസേര, ഡെസ്ക്, ഇങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും രാസപരമായി കെമിസ്ട്രിപരമായി നമുക്ക് എന്ത് വിളിക്കുകയാണെ, ആറ്റം എന്ന് ദ്രവ്യം, ആറ്റമല്ല ദ്രവ്യം എന്ന് പറഞ്ഞ് വിളിക്കാം. ഈ ബോർഡ് നോക്കിയേ. ബോർഡിന് ഇരിക്കാൻ എത്രയും സ്ഥലം വേണം. വെയിറ്റ് ഉണ്ടോ, ഉണ്ട്. ജീവനുണ്ടോ, ഇല്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും കാണുന്ന ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും രാസപരമായി കെമിസ്ട്രിപരമായി നമുക്ക് എന്ത് വിളിക്കുകയാണെ, മാറ്റർ എന്ന് പറഞ്ഞ് വിളിക്കാം. വിളിച്ചായിരുന്നോ? ഇനി വീണ്ടും ബോർഡിലേക്ക് നോക്കിയേ. ഈ മാറ്ററിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഏത്, ആറ്റം. മറന്നുപോകല്ലേ. ഈ മാറ്ററിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഏത്, ആറ്റം. ബോർഡിലുണ്ട് ആറ്റം പ്ലസ്. നിങ്ങൾ കുറേ ആറ്റങ്ങൾ ചേർത്ത് വെക്കണേ. കുറേ ആറ്റങ്ങളെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അവരെ എന്ത് വിളിക്കാം, ദ്രവ്യം എന്ന് പറഞ്ഞ് വിളിക്കാം അല്ലേ. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാന ഘടകമാണ് ഇത്, സെല്ല് അല്ലെങ്കിൽ കോശം. ശരിയാണോ? ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാന ഘടകമാണ് സെല്ല് അല്ലെങ്കിൽ കോശം. സെൽ പ്ലസ് സെൽ. കുറേ സെല്ലുകളെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അവരെ എന്ത് വിളിക്കാം, അവരെ നമുക്ക് അതായത് നമുക്കവരെ ജീവനുള്ള വസ്തുക്കളെന്നും പറഞ്ഞ് വിളിക്കാം. ശരിയല്ലേ? ശരിയല്ലേ? അപ്പം സെൽ പ്ലസ് സെൽ. കുറേ സെല്ലുകൾ, സെല്ലിൻ്റെ മലയാളം എന്താ, കോശം. അപ്പോൾ കുറേ കോശം പ്ലസ് കോശം, കുറേ കോശങ്ങളെ അല്ലെങ്കിൽ കുറേ സെല്ലുകളെ ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അവരെ എന്ത് വിളിക്കാടെ, ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളെന്ന് വിളിക്കാം. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ജീവനില്ലാത്ത വസ്തുക്കളെ രാസപരമായി കെമിസ്ട്രിപരമായി നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കുകയും ഈ ദ്രവ്യത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ, മാറ്റർ എന്ന് പറയുകയും ഈ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൻ്റെ പേരാണെന്ത്, ആറ്റം. ക്ലിയർ അല്ലേ? അപ്പോൾ ആറ്റം ഈസ് ഈക്വൽ ടു ജീവനില്ലാത്ത വസ്തു, അല്ലെങ്കിൽ ആറ്റം ഈസ് ഈക്വൽ ടു ജീവനില്ലാത്ത വസ്തുവിന് പകരം എന്ത് വിളിക്കാം, ദ്രവ്യം എന്ന് പറഞ്ഞ് വിളിക്കാം. എന്താ വിളിപ്പേര്, ദ്രവ്യം. ശരിയല്ലേ? ഇംഗ്ലീഷിൽ എന്താ വിളിപ്പേര്, മാറ്റർ. അപ്പോൾ നോക്കൂ. അപ്പോൾ ആദ്യം ദ്രവ്യം എന്ന വാക്കിൻ്റെ അർത്ഥം കിട്ടിയല്ലോ. ഇനി വായിച്ചു നോക്കിയേ. ഇരിക്കാൻ സ്ഥലം കോമ, മാസ് കോമ, ജീവനില്ലാത്തതുമായ വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാടേ, ദ്രവ്യം എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ നോക്കൂ, ഇരിക്കാൻ സ്ഥലം കോമ, മാസ് കോമ, ജീവനില്ലാത്തതുമായ വസ്തുക്കളെ നമുക്ക് എന്ത് പറഞ്ഞ് വിളിക്കാം, ദ്രവ്യം എന്ന് പറഞ്ഞ് വിളിക്കാം. എന്താ വിളിപ്പേര്, ദ്രവ്യം. ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്കിയടേ. ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ആറ്റം എന്ന് കണ്ടു. ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ബോർഡിലുണ്ട്. ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ്, നമ്മൾ കണ്ടു, ആറ്റം എന്നും പറഞ്ഞ് കണ്ടു. ക്ലിയർ അല്ലേ? ക്ലിയർ. വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെട്ടേ. ഫാദർ ഓഫ് ആറ്റം ബോർഡിലേക്ക് നോക്ക്. ഫാദർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ പിതാവാരാ, ജോൺ ഡാൾട്ടൺ. നിൽക്കട്ടെ. ഫാദർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ പിതാവാരാ, ജോൺ ഡാൾട്ടൺ. ബോർഡിലേക്ക് നോക്ക്. ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ആറ്റം കണ്ടുപിടിച്ചൊരു തിയറി ഉണ്ട്. ആ തിയറിക്ക് 3 പേരുണ്ട്. ഒന്നാമത്തെ പേരെന്താണ്, ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. തിയറിൻ്റെ ആദ്യ പേരെന്താ, ഒന്നാമത്തെ പേര് ഒന്നെങ്കിൽ എന്ത് വിളിക്കണം, ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. ശരിയല്ലേ? അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ, ഒന്നെങ്കിൽ വിളിപ്പേര് ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ, അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താടെ, ആധുനിക അറ്റോമിക് സിദ്ധാന്തം. മലയാളത്തിൽ എന്താ? അപ്പോൾ നമുക്ക് നോക്കാം. ആധുനിക അറ്റോമിക സിദ്ധാന്തം എന്ന് പറഞ്ഞ് വിളിക്കാവോ? എന്താ വിളിപ്പേര്, ആധുനിക അറ്റോമിക സിദ്ധാന്തം. ക്ലിയർ അല്ലേ? അതും അല്ലെങ്കിൽ എന്താ വിളിപ്പേര്, ബോർഡിലുണ്ട്. നോക്കൂ നിങ്ങൾ. ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. അത് +1 NCERT ടെക്സ്റ്റ് ബുക്കിലെ പേരാണ്. മറന്നു പോകല്ലേ. എന്താ വിളിപ്പേര്, ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. കിട്ടിയോ? എന്താ വിളിപ്പേര്, ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. ശരിയല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ വിളിപ്പേര് ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ, ആധുനിക അറ്റോമിക് സിദ്ധാന്തം, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ, ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. മറന്നു പോകല്ലേ. എന്താ വിളിപ്പേര്, ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ ആധുനിക അറ്റോമിക് സിദ്ധാന്തം PQ ആണേ. അത് PQ ആണ്.
മറന്നുപോലെ അത് PQ ആണ്. PQ എന്ന് പറയുമ്പോഴും 2023 യൂണിവേഴ്സിറ്റി LGS. മറന്നുപോലെ 2023 നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു യൂണിവേഴ്സിറ്റി LGS ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? 2023 നമുക്കൊരു യൂണിവേഴ്സിറ്റി LGSന്റെ പരീക്ഷ അറിയാമല്ലോ. പരീക്ഷ പൂർണ്ണമായിട്ടില്ല, കാരണം അത് കേസും കാര്യങ്ങളൊക്കെ കോടതിയിലാണ്. ഈ യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ആധുനിക അറ്റോമിക് സിദ്ധാന്തം പിതാവാര്? ആരാ പിതാവ്? നോക്കണേ, 2023 യൂണിവേഴ്സിറ്റി LGSന്റെ PQ ആധുനിക അറ്റോമിക് സിദ്ധാന്തം പിതാവ് ആരാടേ? അത് ജോൺ ഡാൾട്ടൺ. മറന്നുപോകല്ലേ. അപ്പോൾ ആറ്റവുമായി ബന്ധപ്പെട്ട ആദ്യകാല, അതായത് IUPAC എന്ന ഓർഗനൈസേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അവരെ പറ്റി പറയാൻ നിൽക്കട്ടെ. ഞാൻ ആദ്യം ഇത് പറയട്ടെ, അത് എന്നിട്ട് പറയാം. നോക്കൂ, ഇവിടെ ആറ്റത്തിൻ്റെ ഒഫീഷ്യലി ഫാദർ ഓഫ് ആറ്റം, അങ്ങനെ ആലോചിക്കും. ഒഫീഷ്യലി ഫാദർ ഓഫ് ആറ്റം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? അത് കൊടുത്തിരിക്കുന്നത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ആറ്റം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. തിയറിയുടെ പേരെന്താ? നോക്ക്, ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ. അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ആധുനിക അറ്റോമിക് സിദ്ധാന്തം. അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. കിട്ടിയോ? എന്താ വിളിപ്പേര്? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. സെറ്റാണേ. ഇനി ഈ ആറ്റം കണ്ടുപിടിച്ച വർഷം ഒന്ന് ബോർഡിലേക്ക് നോക്കിയടേ. ആ വർഷം ബോർഡിലുണ്ട് 1808. രണ്ടാം ആൻസർ കൊടുക്കുക. ഒന്നെങ്കിൽ 1808 എന്ന് കൊടുക്കുക, അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താടേ? 1807. രണ്ട് ആൻസർ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ PSCന്റെ ഓപ്ഷനിൽ കാണുകയുള്ളൂ. രണ്ടുപേരും ചേർന്ന് വന്നാൽ ക്വസ്റ്റ്യൻ വിൽ ബി ഡിലീറ്റഡ്. ഇപ്പോൾ രണ്ട് ആൻസറും ഒരേപോലെ വന്നാൽ ക്വസ്റ്റ്യൻ വിൽ ബി ഡിലീറ്റഡ്. കിട്ടിയായിരുന്നോ? 1808 കൊടുക്കേണ്ടത് ശരിക്കും അതൊരു NCERT കേന്ദ്ര സർക്കാരിൻ്റെ ബുക്കിലെ ആൻസറാണ്. എന്നാൽ 1808 ആണെങ്കിലോ അത് സംസ്ഥാന സർക്കാരിൻ്റെ ബുക്കിലെ ആൻസറാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങളുടെ ഓപ്ഷനിൽ കാണുകയുള്ളൂ, പേടിക്കണ്ട. അതായത് അറിയാമല്ലോ, ഒരേപോലെ രണ്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കേരള PSC എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഓപ്ഷനിൽ കാണൂ, രണ്ടുപേരുടെ കാണൂല. അപ്പം രണ്ടുപേരും ചേർന്ന് വന്നാൽ ക്വസ്റ്റ്യൻ വിൽ ബി ഡിലീറ്റഡ്. എന്നാൽ 807 മാത്രമേ ഉള്ളെങ്കിൽ ആൻസറായി പരിഗണിക്കും ആസ് പെർ NCERT. 808 മാത്രമേ ഉള്ളെങ്കിൽ ആൻസറായി പരിഗണിക്കും ആസ് പെർ SCERT. ഇപ്പോൾ രണ്ട് ആൻസറും ഒരേപോലെ ചെക്ക് ചെയ്യണം, വിട്ടുപോകരുത്, മറന്നു പോകരുത്. തിയറിൻ്റെ പേര് കിട്ടിയല്ലോ, ആ പേര് PQ ആയിരുന്നു. 2023 യൂണിവേഴ്സിറ്റി LGS. അപ്പോൾ ഇത്രയും പോയിന്റ് ഓക്കെ. പറഞ്ഞ പോയിന്റ് എന്തൊക്കെയാ? ദ്രവ്യം എന്ന വാക്കിൻ്റെ അർത്ഥം, ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാറ്റം, ആറ്റവുമായി ബന്ധപ്പെട്ട ആദ്യ ഒരു ഒഫീഷ്യൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഒഫീഷ്യൽ തിയറിയാണ് ഇത്. ജോൺ ഡാൾട്ടൻ്റെ തിയറി. കൊണ്ടുവന്ന വർഷം കിട്ടി. തിയറിക്ക് 3 പേരും കൊടുത്തു. ഇനി ഒരു കഥ പറയാനുണ്ട്. ഞാൻ എത്രയൊന്ന് വായിക്കുകയാണേ, മുന്നോട്ട് പോകണേ നമ്മൾ കേട്ടോ. ഇവിടുത്തെ കഥയെന്ന് പറയുമ്പോഴേ ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കോണേ. നോക്കൂ, ശരിക്കും നമ്മൾ പറഞ്ഞു 1808. ബോർഡിലേക്ക് നോക്ക്. 1808 അല്ലെങ്കിൽ 7 ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടുപിടിക്കുകയാണ്. ശരിക്കും അതിന് മുന്നേ ഒരു കഥയുണ്ട്. ശരിക്കും ഡാൾട്ടൺ ആണോ ആറ്റം കണ്ടുപിടിച്ചത്? അല്ല. പകരം നമുക്ക് പഴയൊരു സന്യാസിയുണ്ട് കേട്ടോ. ഇന്ത്യക്കാരനായ പഴയൊരു സന്യാസിയുണ്ട്. ആ സന്യാസിൻ്റെ പേരെന്താടേ? കണാദ മുനി. മറന്നുപോലെ. ഇന്ത്യക്കാരനായ പഴയൊരു സന്യാസിയുണ്ട്. സന്യാസിൻ്റെ പേരെന്താടേ? കണാദ മുനി, അല്ലെങ്കിൽ വിളിപ്പേരെന്ത്? കണാദ മഹർഷി. അപ്പോൾ ഇദ്ദേഹം ശരിക്കും ആദ്യകാലം എന്ന് വെച്ചാൽ 400 BC to 700 BC. മറന്നുപോലെ. 400 BC to 700 BCയിലാണ്. 400 BC to 700 BCയിൽ ഇന്ത്യക്കാരനായ പഴയൊരു സന്യാസിയുണ്ട്. സന്യാസിൻ്റെ പേര് പറയുമോ? കണാദ മഹർഷി അല്ലെങ്കിൽ കണാദ മുനി. എന്താ അദ്ദേഹത്തിൻ്റെ തിയറിൻ്റെ പേര്? പരമാണു സിദ്ധാന്തം. മറന്നുപോകല്ലേ. ആ ബോർഡിലുണ്ട് പരമാണു സിദ്ധാന്തം. ക്ലിയർ ആയിട്ടുണ്ടോടെ? പരമാണു സിദ്ധാന്തം എന്ന പേരിൽ 400 BC to 700 BCയിൽ ആറ്റവുമായി ബന്ധപ്പെട്ട ആദ്യകാല സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തു ആരാടെ? കണാദ മഹർഷി. 400 BCയിലാണ്. അപ്പോൾ പരമാണു സിദ്ധാന്തം എന്ന പേരിൽ 400 BC to 700 BC കാലഘട്ടത്തിൽ കണാദ മുനി പരമാണു സിദ്ധാന്തം എന്ന പേരിൽ എന്ത് ചെയ്തു? ആറ്റത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സെറ്റാണോടെ? പക്ഷേ നിങ്ങൾ ആലോചിച്ചേ, ആ 400 BC to 700 BCയിൽ ആറ്റം എന്നായിരുന്നോ പേര്? അല്ല, പരമാണു. അതൊരു സംസ്കൃത വാക്കാണ്. പരമാണു എന്നായിരുന്നു പേര്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പരമാണു എന്നാൽ ആറ്റത്തിൻ്റെ പഴയ പേര്. കിട്ടിയായിരുന്നോടെ? ഞാൻ നോക്ക്, ഓൾഡസ്റ്റ് നെയിം ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ പഴയ പേരെന്താ? ഓൾഡ് നെയിം ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ പഴയ പേരെന്താടെ? പരമാണു എന്നായിരുന്നു. കിട്ടിയോ? അപ്പോൾ ഓൾഡസ്റ്റ് നെയിം ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ പഴയ പേര് പരിഗണിച്ചേ. എന്താ ഏറ്റവും പഴയ പേര്? പരമാണു. കിട്ടിയായിരുന്നോ? റൈറ്റ്. ഇനി ആലോചിക്കുക, ഈ 400 BC to 700 BCയിൽ വലിയ എന്താ പറയുക, ഈ ഇമെയിലോ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒന്നുമില്ല, അല്ലെങ്കിൽ പേപ്പർ പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ വീക്കായി നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ ആശയങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ എവിടെ എഴുതി വെച്ച് കാണും? താളിയോല ഗ്രന്ഥങ്ങളിൽ. മറന്നുപോകല്ലേ. ഈ ആശയങ്ങളൊക്കെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു. എന്താ ഗ്രന്ഥങ്ങളുടെ പേര്? താളിയോല ഗ്രന്ഥങ്ങൾ. മറന്നുപോകല്ലേ. ഈ ആശയങ്ങളൊക്കെ നമ്മൾ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ശേഷം നോക്കണേ, അതേ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഈ പോയിന്റൊക്കെ ആരടിച്ചു മാറ്റി?
ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരുന്ന ജോൺ ഡാൾട്ടൺ ഈ പോയിന്റൊക്കെ അടിച്ചു മാറ്റി സ്വന്തം പേരിൽ കൺവേർട്ട് ചെയ്തു എന്നാണ് ആര് പറയുന്നത്? ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ. അപ്പം ഞാനീ പറഞ്ഞ കഥ കണാര മഹർഷി 400 BC to 700 BC പ്രത്യേകം തിയറികൾ എഴുതി തയ്യാറാക്കുകയും ആ തിയറിക്ക് പരമാണു സിദ്ധാന്തം എന്ന് പേര് കൊടുക്കുകയും അതിനെ ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുകയും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ശേഷം എന്ത് ചെയ്തു? ആ തിയറി ആരടിച്ചു മാറ്റി? ജോൺ ഡാൾട്ടൺ അടിച്ചു മാറ്റിയെന്ന് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ. ആരാ? ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ പറയുന്നു. ആരോട് പറയുന്നു? ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ മറ്റൊരു ടീമിനോട് പറയുന്നു. ആ ടീമിൻ്റെ പേര് ബോളിലേക്ക് നോക്കിയടേ. എന്താ ടീമിൻ്റെ പേര്? ആ ടീമിൻ്റെ പേരാണ് IUPAC. അപ്പോൾ IUPAC, ക്യാപിറ്റൽ IUPAC എന്ന ഓർഗനൈസേഷൻ ഉണ്ടേ. ഒന്ന് എക്സ്പാൻഡ് ചെയ്യൂ. എന്താ? ഇന്റർനാഷണൽ. എന്താ? ഇന്റർനാഷണൽ. യു എന്താടേ? യു എന്താ? യൂണിയൻ ഓഫ്. യു എന്താ? യൂണിയൻ ഓഫ് ആണ്. പി എന്താ? പ്യുവർ. പി എന്താ? പ്യുവർ ആണ്. ആൻഡ് എ എന്താടേ? അപ്ലൈഡ്. എ എന്താടേ? അപ്ലൈഡ് ആണ്. സി എന്താടേ? കെമിസ്ട്രി. മറന്നുപോലെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ശരിയാണോ? അപ്പോൾ IUPAC എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? I ഇന്റർനാഷണൽ, യു യൂണിയൻ ഓഫ്, പി പ്യുവർ, ആൻഡ് എ എന്താ? അപ്ലൈഡ്, സി എന്താ? കെമിസ്ട്രി. IUPAC രൂപീകരിച്ച വർഷം പറ. 1919 ആണ്. 1919 രൂപീകരിച്ചു. എവിടെ ഹെഡ് ക്വാർട്ടേഴ്സ്? സൂറിച്ച്. മറന്നുപോലെ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡ്. കിട്ടിയായിരുന്നോ? സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ നോക്കൂ, IUPAC രൂപീകരിച്ച വർഷം. IUPAC I എന്താ? ഇന്റർനാഷണൽ. യു എന്താ? യൂണിയൻ ഓഫ്. പി എന്താ? പ്യുവർ ആൻഡ്. എ എന്താ? അപ്ലൈഡ്. സി എന്താ? കെമിസ്ട്രി. അവർ രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1919. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡ്. അപ്പോൾ നോക്കണേ, ഇവിടെ ഇത് ലോകത്തിലുള്ള എല്ലാ കെമിസ്ട്രിമാരുടെയും കൂടെ അസോസിയേഷനാണ്. വേൾഡ് വൈഡ് ലോകത്തിലുള്ള എല്ലാ കെമിസ്ട്രിമാരുടെയും കൂടെ അസോസിയേഷനാണ് IUPAC എന്ന് പറയുന്നത്. പരിചയപ്പെട്ടെ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ കെമിസ്ട്രിമാരുടെയും കൂടെ അസോസിയേഷനാണ്. ഇപ്പം ഞാനോ നിങ്ങളോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു തിയറി കണ്ടുപിടിച്ചു. ആ തിയറി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം എവിടെ സബ്മിറ്റ് ചെയ്യണം? IUPACയിൽ സബ്മിറ്റ് ചെയ്യണം. ആ തിയറി ആദ്യം എവിടെ സബ്മിറ്റ് ചെയ്യണം? അത് IUPACയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ IUPAC കൃത്യമായിട്ട് പരിശോധിക്കും, ഇത് മുൻകാല മറ്റെന്തെങ്കിലും തിയറിൻ്റെ കോപ്പിയാണോ അതോ അടിച്ചു മാറ്റലാണോ? കൃത്യമായിട്ട് IUPAC അതിനെപ്പറ്റി പരിശോധിക്കും. അപ്പോൾ IUPAC കൃത്യമായി അതിനെപ്പറ്റി പരിശോധിച്ചതിന് ശേഷം കെമിസ്ട്രി എന്ന വിഷയത്തിൽ ഉപയോഗിക്കാൻ പെർമിഷൻ തരും. അപ്പോൾ IUPACൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കെമിസ്ട്രി എന്ന വിഷയത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ? ഈ ഒരു തിയറിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നു. അപ്പോൾ IUPACൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? ഈ തിയറിനെ പ്രോപ്പറായിട്ട് എന്ത് കൺസെപ്റ്റായാലും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഉന്നത അധികാര സമിതിയാണ് ആര്? IUPAC. അപ്പോൾ ഈ IUPAC ഇതുവരെ ആരെ അംഗീകരിച്ചിട്ടില്ല? നമ്മുടെ കണാര മഹർഷിയെയോ നമ്മുടെ പരമാണു സിദ്ധാന്തമോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. IUPAC അംഗീകരിക്കാത്ത പക്ഷം നമുക്കതിനെ NCERT ടെക്സ്റ്റ് ബുക്കുകളിലോ സംസ്ഥാന സർക്കാരിൻ്റെ SCERT ബുക്കുകളിലോ ഉപയോഗിക്കാൻ സാധിക്കില്ല. IUPAC ഇപ്പോഴും ആരുടെ കൂടെ? ജോൺ ഡാൾട്ടൺ. അപ്പോൾ IUPAC പറയുന്ന കാര്യം എന്താ? ഇത് കെട്ടുകഥയാണ്. കണാര മഹർഷി ഒരു കെട്ടുകഥയാണ്. അതൊരിക്കലും ഇല്ല, അത് പോസിബിൾ അല്ല, അതൊരു കെട്ടുകഥയാണ് എന്നാണ് IUPACൻ്റെ വാദം. IUPAC പറയുന്നു ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ? IUPAC ഇപ്പോഴും ആരുടെ കൂടെ? ജോൺ ഡാൾട്ടൻ്റെ കൂടെ. അതുകൊണ്ടാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളിലും SCERT ടെക്സ്റ്റ് ബുക്കുകളിലും ഫാദർ ഓഫ് ആറ്റം ചോദിക്കുമ്പോൾ കണാര മഹർഷിയെയോ പരമാണു സിദ്ധാന്തമോ കാണാത്തത്, പകരം ആരെ മാത്രം കാണുന്നത്? ജോൺ ഡാൾട്ടണെ മാത്രം കാണാൻ കഴിയുന്നതും. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ? ക്ലിയറാണ്. അപ്പം IUPAC I എന്താ? ഇന്റർനാഷണൽ. യു എന്താ? യൂണിയൻ ഓഫ്. പി എന്താ? പ്യുവർ ആൻഡ്. എ എന്താ? അപ്ലൈഡ്. സി എന്താ? കെമിസ്ട്രി. രൂപീകരിച്ച വർഷം 1919. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഇതിന് മുന്നേ ഉണ്ട് കേട്ടോ. ഇവർ ഈ 19 മുന്നേ തന്നെ പല പേരിലുണ്ട്. പക്ഷേ അന്ന് ഇത്രയും അങ്ങോട്ടൊരു ഒഫീഷ്യാലിറ്റി ഒന്നുമില്ല. അവർക്കൊരു ഓഫീസോ ഹെഡ് ക്വാർട്ടേഴ്സോ ഒന്നുമില്ല. വ്യത്യസ്തമായ പല പേരിൽ പല രീതിയിൽ അവരുണ്ടായിരുന്നു. അസോസിയേഷൻ ഓഫ് സയൻറ്റിസ്റ്റുമാർ. പക്ഷേ ഒരു പേര് വന്നു, ഓഫീസിൻ്റെ ഡെസിഗ്നേഷൻ വന്നു, പേര് വന്നു. ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ വരുന്ന എപ്പോഴാണ്? 1919 1919 വെൽ സെറ്റ് അല്ലേ നിങ്ങൾ? ഓക്കെ അല്ലേ? അപ്പോൾ IUPACനെ പറ്റി പഠിച്ചേ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ദ്രവ്യം പഠിച്ചു, IUPAC പഠിച്ചു, ഒക്കെ പഠിച്ചു. എല്ലാ വർഷവും മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇവർക്ക് എല്ലാ വർഷവും മീറ്റിംഗ് ഉണ്ട്. എല്ലാ മീറ്റിങ്ങിലും ഇന്ത്യക്കാരെ ക്ലൈം ചെയ്യുന്നുണ്ട്. മറന്നുപോലെ
എല്ലാ വർഷവും മീറ്റിംഗ് ഉണ്ട്. ഓരോ മീറ്റിങ്ങിലും ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ പറയുന്നു ഞങ്ങളാണ് ആറ്റം കണ്ടുപിടിച്ചത്, ഞങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരണം, പക്ഷെ തന്നിട്ടില്ല. ദാറ്റ്സ് ആൻ ഇഷ്യൂ. അതാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. എങ്കിൽ താ വീണ്ടും ബോർഡിലേക്ക് നോക്കിയടേ. ഇനി എന്താ പറഞ്ഞത്? ഈ ആറ്റത്തിൻ്റെ പഴയ പേരെന്താടേ? പരമാണു എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പരമാണു എന്ന് പറയുന്ന പഴയ പേര് മാറ്റി ഇന്ന് കാണുന്ന പുതിയ പേരെന്താ? പുതിയ പേര് ആറ്റം. ശരിയല്ലേ? അപ്പോൾ പണ്ട് നമ്മുടെ കണാദ മഹർഷി കൊടുത്ത പഴയ പേരെന്താ? പരമാണു. ആ പരമാണു എന്ന് പറയുന്ന പഴയ പേര് മാറ്റി ഇന്ന് കാണുന്ന പുതിയ പേരെന്താ? ആറ്റം. ഇന്ന് കാണുന്ന പുതിയ പേരെന്താ? ആറ്റം. ആറ്റത്തിന് ആറ്റം എന്ന പുതിയ പേര് കൊടുത്തത് ആരാടേ? അത് ശരിയും പറഞ്ഞല്ലോ, ജോൺ ഡാൾട്ടനെ സഹായിക്കാം. അപ്പോൾ പരമാണു എന്ന് പറയുന്ന പഴയ പേരുണ്ട്, അത് മാറ്റി ആറ്റത്തിന് ആറ്റം എന്ന പുതിയ പേര് കൊടുത്തു. ആ പുതിയ പേര് കൊടുത്തത് ജോൺ ഡാൾട്ടൺ അല്ല. കാരണം ജോൺ ഡാൾട്ടനെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ പേരെന്താണ്? ഓസ്റ്റുവാൾഡ്. ബോർഡിലുണ്ട്. ജോൺ ഡാൾട്ടനെ സഹായിക്കാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ പേരെന്താണ്? ഓസ്റ്റുവാൾഡ്. പഠിച്ചോ? എന്താ സുഹൃത്തിൻ്റെ പേര്? ഓസ്റ്റുവാൾഡാണ്. നിങ്ങൾക്ക് ഈ ഓസ്റ്റുവാൾഡിനെ വേറെ പരിചയമുണ്ടോ? ഉണ്ട്. ഈ വാസ് ദി ഫാദർ ഓഫ് ദി ഓസ്റ്റുവാൾഡ് പ്രോസസ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ഓസ്റ്റുവാൾഡ് പ്രോസസ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഇവിടെ ഓസ്റ്റുവാൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കുക. നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 അല്ലേ? നോക്കണേ, നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 നിർമ്മാണ പ്രക്രിയ കിട്ടിയോടെ നൈട്രിക് ആസിഡിൻ്റെ ഇക്വേഷൻ എന്താ? ബോർഡിലുണ്ട്. HNO3. അപ്പോൾ നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3നെ നിർമ്മിച്ചെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരെന്താ? ഓസ്റ്റുവാൾഡ്. നിങ്ങൾ പഠിക്കോടെ എന്താ ഇതിൻ്റെ വിളിപ്പേര്? ഓസ്റ്റുവാൾഡ്. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, ആറ്റത്തിൻ്റെ പഴയ പേര് പരമാണു. കണാദ മഹർഷി പണ്ട് കൊടുത്തിരുന്ന പേര് പരമാണു. ആ പേര് മാറ്റി ആറ്റം എന്ന് കൺവേർട്ട് ചെയ്തു. ആറ്റം എന്ന് കൺവേർട്ട് ചെയ്യാൻ നമ്മളെ സഹായിച്ചു, അതായത് ജോൺ ഡാൾട്ടനെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേരെന്താ? അത് ഓസ്റ്റുവാൾഡ് എന്നാണ്. ഇനി ഓസ്റ്റുവാൾഡിൻ്റെ പോയിന്റ് എന്താ? നമുക്കൊരു ഓസ്റ്റുവാൾഡ് പ്രക്രിയ അല്ലെങ്കിൽ ഓസ്റ്റുവാൾഡ് പ്രോസസ്സ് ഉണ്ട്. സംഭവം എന്താണ്? നൈട്രിക് ആസിഡുകളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ്. നൈട്രിക് ആസിഡ് ഇക്വേഷൻ എന്താണ്? മുകളിലുണ്ട് HNO3. മറന്നുപോലെ നൈട്രിക് ആസിഡ് ഇക്വേഷൻ എന്താണ്? HNO3 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി നോക്കൂ, ഇവിടെ മറ്റൊരു വാക്കുകൂടെ. നമ്മൾ ഈ കണാദ മഹർഷി ഒരു തെറ്റായ പോയിന്റ് പറഞ്ഞു വെച്ചിരുന്നു. പറഞ്ഞതുപോലെ കണാദ മഹർഷി ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ പോയിന്റ് ശരിക്കും പറഞ്ഞു വെച്ചിരുന്നു. എന്തായിരുന്നു ആ പോയിന്റ്? ഇവിടെ ആറ്റം വാസ് ഇൻഡിവിസിബിൾ. ആറ്റത്തെ ഒരു കാരണവശാലും മുറിക്കാൻ കഴിയില്ല. ആറ്റം വാസ് ഇൻഡിവിസിബിൾ. ആറ്റത്തെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുറിക്കാൻ കഴിയില്ല എന്നൊരു തെറ്റായ പോയിന്റ് ആര് പറഞ്ഞു വെച്ചു? കണാദ മഹർഷി. തെറ്റായിരുന്നു അത്. കാരണം നമ്മൾ 1911 കാണുകയുണ്ടായി ആറ്റത്തെ മുറിക്കാൻ പറ്റും, നടുക്ക് ന്യൂക്ലിയസ് എന്നൊരു സംഭവം ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഇടുന്ന് കറങ്ങുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പക്ഷെ 400 BC to 700 BC കണാദ മഹർഷി പറഞ്ഞു വെച്ചു, നിങ്ങൾ പരമാണു എന്ന് പറയുന്നതിനെ മുറിക്കാൻ പോവുകയേ വേണ്ട, പരമാണുവിനെ മുറിക്കൽ നടക്കില്ല എന്ന് പറഞ്ഞു വെച്ചു. ശരിക്കും ആ പോയിന്റ് തെറ്റായിരുന്നില്ലേ? തെറ്റാണെന്ന് പിൽക്കാലത്ത് 911 ആയപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റൊക്കെ ഒന്ന് തെളിയിക്കുന്നു. 911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒന്ന് തെളിയിക്കുന്നുണ്ട് അതൊക്കെ തെറ്റായിരുന്നു ശരിക്കും. ഓക്കെ അല്ലേ? പക്ഷേ നിങ്ങൾ നോക്ക്, 400 BC അദ്ദേഹം പറഞ്ഞ കാര്യം വിശ്വസിക്കുക മാത്രമേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ? സെറ്റാണ്. ഇനി വീണ്ടും ബോർഡിലേക്ക് നോക്ക്. അപ്പം ആ തെറ്റ് കണാദ മഹർഷി പറഞ്ഞു വെച്ച ആ ഒരു തെറ്റ് ആര് ആവർത്തിച്ചു? അതേ തെറ്റുകൾ ആരാവർത്തിച്ചുടെ? മറന്നുപോകല്ലേ? അതേ തെറ്റ് ആരാവർത്തിച്ചു? നമ്മുടെ ജോൺ ഡാൾട്ടൺ. കാരണം അടിച്ചു മാറ്റിയതല്ലേ. അപ്പം ജോൺ ഡാൾട്ടൺ അടിച്ചു മാറ്റുന്ന സമയത്ത് വേറെ പരീക്ഷണത്തിനൊന്നും പോയിട്ടില്ല. എന്താണോ നമ്മുടെ കണാദ മഹർഷി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനെ അതുപോലെ കട്ട് ചെയ്തു പേസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ്. ഒരേ ഒരു കാര്യം മാത്രമേ മാറ്റിയിട്ടുള്ളൂ, പേര്. അന്ന് കണാദ മഹർഷി പറഞ്ഞിരുന്ന പഴയ പേരെന്താ? പരമാണു എന്ന് പറയുന്ന ആ പേരിനെ മാറ്റി ഇന്ന് കാണുന്ന പുതിയ പേര് കൊടുത്തു. പുതിയ പേരെന്താ? ആറ്റം എന്ന് പറയുന്ന പുതിയ പേര് കൊടുത്തു. അത്രയേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നോ? കിട്ടി. സെറ്റാണേ. ശരി, എങ്കിലിതാ വീണ്ടും മുന്നോട്ട് പോന്നേ. അപ്പോൾ പരമാണു എന്ന് പറയുന്ന പേര് മാറ്റി ഇന്ന് കാണുന്ന ആറ്റം എന്ന പേര് കൊടുത്തു. ആരാ? ഓസ്റ്റുവാൾഡ്. ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞു തരാനുണ്ട്. ഇവിടെ വാട്ട് ഈസ് യുവർ ടൈം മീനിങ് ഓഫ് ആറ്റം? മറന്നുപോകല്ലേ? ആറ്റം എന്നൊരു വാക്കിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് വാസ് ഇൻഡിവിസിബിൾ. ഒരിക്കലും മുറിക്കാൻ കഴിയില്ല. ബോർഡിലുണ്ട്. ടൈം മീനിങ് ഓഫ് ആറ്റം. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ. സെറ്റാണോടെ? ടൈം മീനിങ് ഓഫ് ആറ്റം. ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡിവിസിബിൾ, മുറിക്കാൻ കഴിയാത്തതും. ശരിയല്ലേ?
സോ ടൈം മീനിങ് ഓഫ് ആറ്റം, ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇൻഡിവിസിബിൾ, ഒരിക്കലും മുറിക്കാൻ കഴിയില്ല എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ശരിയല്ലേ? ഇൻഡിവിസിബിൾ. അപ്പം അങ്ങനെ ചോദിക്കാൻ, മുറിക്കാൻ കഴിയാത്തതും. ശരിയല്ലേ? അപ്പോൾ വിഭജിക്കാൻ കഴിയാത്തത്. അപ്പോൾ മലയാളത്തിൽ എന്ത് പറയാടേ? ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലും വിഭജിക്കാൻ കഴിയില്ല, വിഭജിക്കാൻ കഴിയാത്തതെന്നാണ് വാക്കിൻ്റെ അർത്ഥം. കിട്ടിയോടെ? അപ്പോൾ ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിഭജിക്കാൻ കഴിയാത്തത്, ഇൻഡിവിസിബിൾ, മുറിക്കാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാമല്ലോ. റൈറ്റ് അല്ലേ? അപ്പോൾ അത്രയും പോയിന്റ് ഓക്കെ ആണോടെ? എന്തൊക്കെ പറഞ്ഞു? എന്താ ദ്രവ്യം? ഒരേ സമയം നോക്കൂ, എന്താണ് ദ്രവ്യം? എന്താണ് ദ്രവ്യം? ഒരേ സമയം 3 കണ്ടീഷൻ അല്ലേ? ഒരേ സമയം 3 കണ്ടീഷൻ. എന്തൊക്കെയായിരുന്നു ഒരേ സമയം 3 കണ്ടീഷൻ പറഞ്ഞത്? ഇരിക്കാൻ സ്ഥലം കോമ മാസ്, ഇരിക്കാൻ സ്ഥലം കോമ മാസ് കോമ ജീവനില്ലാത്തതുമായി, ഇരിക്കാൻ സ്ഥലം കോമ മാസ് കോമ ജീവനില്ലാത്തതുമായ വസ്തുക്കളെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വിളിക്കുകയാണേ? മാറ്റർ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? അവരെ ദ്രവ്യം എന്നും പറഞ്ഞ് വിളിക്കാം. ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇത് ആറ്റം. ആറ്റത്തിൻ്റെ പഴയ പേരെന്താ? പരമാണു. ഇന്ന് കാണുന്ന പുതിയ പേരെന്താ? ആറ്റം. പുതിയ പേര് കൊടുത്ത ആരാ? ഓസ്റ്റുവാൾ. ആ ഓസ്റ്റുവാൾ ആരാ? നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയൻ്റെ പിതാവ്. എന്നാൽ നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയൻ്റെ പേര് ഓസ്റ്റുവാൾ പ്രോസസ്സ്. നൈട്രിക് ആസിഡിൻ്റെ ഇക്വേഷൻ എന്താ? HNO3. എന്താ ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം? ഇൻഡിവിസിബിൾ. ഇനി ഈ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒഫീഷ്യൽ അതോറിറ്റിൻ്റെ പേരെന്താ? IUPAC. IUPAC എന്ന് വെച്ചാൽ I ഇന്റർനാഷണൽ, U യൂണിയൻ ഓഫ്, P പ്യുവർ, ആൻഡ് A എന്താ? അപ്ലൈഡ്, C എന്താ? കെമിസ്ട്രി. IUPAC രൂപീകരിച്ച വർഷം 1919. 1919 IUPACൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് സൂറിച്ചാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതല്ലേ പറഞ്ഞോളൂ, മതി. പിന്നെ പറഞ്ഞത് കണ്ടുപിടിച്ച വർഷം 1808, 1807 ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? അത് 2 ആൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ആറ്റവുമായി ബന്ധപ്പെട്ട് 3 തിയറീസും പറഞ്ഞു. ക്ലിയർ അല്ലേ? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം, ആധുനിക അറ്റോമിക് സിദ്ധാന്തം എന്നിങ്ങനെ 3 തിയറീസും പറഞ്ഞു അല്ലേ? ക്ലിയർ ആണ്? ക്ലിയർ. ഇനി കുറേ ആറ്റങ്ങളെ ചേർത്ത് വെക്കും കേട്ടോ. കുറേ ആറ്റങ്ങളെ കൂട്ടം ആറ്റങ്ങളുടെ കൂട്ടം, കുറേ ആറ്റങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് അവരെന്ത് വിളിക്കാടേ? തന്മാത്ര. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. സെൽ പ്ലസ് എൽ ഈസ് ഈക്വൽ ടു ആരാടേ? സെൽ പ്ലസ് എൽ ഈസ് ഈക്വൽ ടു ആരാടേ? ടിഷ്യൂ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് ആറ്റം പ്ലസ് ആറ്റം. നിങ്ങൾ കുറേ ആറ്റങ്ങളെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അവരെ എന്ത് വിളിക്കാടേ? എന്ത് വിളിക്കാം? തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലേ? എങ്കിൽ ബോർഡിലേക്ക് നോക്ക്. തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന പേര് കൊടുത്ത ആരാടേ? അവഗാട്രോ. കിട്ടിയോ നിങ്ങൾ? തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന പേര് കൊടുത്ത ആരാടേ? അവഗാട്രോ. ശരിയല്ലേ? എങ്കിൽ നോക്ക്, വാല്യൂ ഓഫ് 1 അവഗാട്രോ നമ്പർ. ഒരു അവഗാട്രോ നമ്പറിൻ്റെ മൂല്യം എത്രയാടേ? ബോർഡിലുണ്ട് 6.023 × 10⁻23 തന്മാത്രകൾ എന്ന് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതല്ലെങ്കിലോ? ബോർഡിലേക്ക് നോക്ക്, 6.022 × 10⁻23 തന്മാത്രകൾ എങ്ങനെ കണ്ടാലും ശരിയാണ്. നിങ്ങൾ നോക്കേണ്ട പോയിന്റ് എന്താ? 10ന്റെ പവറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തേടേ. ബോർഡിലേക്ക് നോക്ക്, 10ന്റെ പവറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുണ്ടോ? 10ന്റെ പവറിലേക്ക് നോക്കി 6.023 × 10⁻23. അതല്ലെങ്കിലോ 6.022 × 10⁻23. ശരിയല്ല ഞാൻ പറഞ്ഞത്? എടാ ഇവിടെ നോക്ക്, നമ്മൾ മുന്നോട്ട് പോണ വഴിക്ക് 10ന്റെ പവർ വരുന്ന ഒരു 12ഓളം പോയിന്റുകൾ കാണും. നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് 10ന്റെ പവർ വരുന്ന ഒരു 12ഓളം ചോദ്യങ്ങൾ, 12ഓളം പോയിന്റുകൾ കാണാം. ഈ 12 പോയിന്റിലും നിങ്ങൾ തുടക്കം നോക്കേ വേണ്ട. ഇവിടെ PSC വർഷങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്നതും മാറ്റാൻ ഉദ്ദേശിക്കുന്നതും നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടും 10th പവർ. സോ ഫോക്കസ് 10th പവർ. നിങ്ങൾ 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ, വേറെ ഒന്നും ആലോചിക്കേണ്ട. 10ന്റെ പവറിലേക്ക് നോക്കൂ നിങ്ങൾ, മതി, ഇനഫ്. വീണ്ടും മുകളിലേക്ക് നോക്കിയടേ. ഇനി ഈ തുടക്കത്തിൽ ഒരു വ്യത്യാസമില്ലേ? ഇപ്പം 6.022 വന്നാലും ശരിയാണ്, 6.023 വന്നാലും ശരിയാണ്, കുഴപ്പമില്ല. ഏത് വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ 10ന്റെ പവറിലേക്ക് മാത്രം ഫോക്കസ്. ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ കാണിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ടേ, ഒന്ന് ബോർഡിലേക്ക് നോക്കണേ. ക്വസ്റ്റ്യൻ നോക്കി, ഈ ക്വസ്റ്റ്യൻ നോക്കി ബോർഡിലേക്ക് നോക്ക്. ഒരു അവഗാട്രോ സംഖ്യയുടെ മൂല്യം എത്രയാണ്? 6.022 × 10⁻, ഇത് മുകളിൽ വരും കേട്ടോ, 10⁻22. അതല്ലെങ്കിൽ 6.022 × 10⁻24. അതുമല്ലെങ്കിൽ 6.022 × 10⁻25. അതുമല്ലെങ്കിൽ 6.022 × 10⁻23. സോ ഫോക്കസ് 10th പവർ, 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേടേ. കണ്ടോ? ഓക്കെ അല്ലേ? കണ്ടോ? 4 ഓപ്ഷനിൽ മാറുണ്ട്.
6.022 10 10ന്റെ പവറിൽ മാത്രം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ? ബി ഫോക്കസ് ഓൺ 10th പവർ. നിങ്ങൾ ആ 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ. 10^22, 10^24, 10^25, 10^23. സോ ആൻസർ ഏതാണ്? ആ ബോർഡിലുണ്ട് 6.022 × 10^23 തന്മാത്രകൾ. ശരിയല്ലേ? അപ്പോൾ പോണ വഴിക്കെല്ലാം നമുക്ക് 10th പവർ വെച്ചിട്ട് ഇതുപോലെ വാല്യൂസ് കാണാം. അപ്പോൾ നിങ്ങൾ എവിടെ ഫോക്കസ് ചെയ്യണം? ബി ഫോക്കസ് ഓൺ 10th പവർ. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞു കിട്ടിയായിരുന്നു, നിങ്ങൾക്ക് കിട്ടി എങ്കിൽ വീണ്ടും ബോർഡിലേക്ക് നോക്കിയാണേ. രാജ്യാന്തര മോൾ ദിനം. ഇപ്പോൾ രാജ്യാന്തര മോൾ ദിനമായി ആചരിക്കുന്നു എല്ലാ വർഷവും ഒക്ടോബർ 23. മറന്നുപോകല്ലേ, രാജ്യാന്തര മോൾ ദിനമായി സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ മോൾ ഡേ. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ എഴുതിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മോൾ ഡേ. ബോർഡിലുണ്ടേ ഇൻ്റർനാഷണൽ മോൾ ഡേ. മോളിലേക്ക് നോക്കാം. രാജ്യാന്തര മോൾ ദിനം. രാജ്യാന്തര മോൾ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മോൾ ഡേ ആയിട്ട് ആചരിക്കുന്നു എല്ലാ വർഷവും ഒക്ടോബർ 23. വേണമെങ്കിൽ ഇതാ ഇവിടുന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അത് വേണമെങ്കിൽ ഇവിടുന്ന് ആലോചിക്കാം. കണ്ടോ ഇംഗ്ലീഷ് കലണ്ടറിൽ 10ാം മാസം ഒക്ടോബർ. ശരിയല്ലേ? ഇംഗ്ലീഷ് കലണ്ടർ ഉണ്ട് കേട്ടോ. ആ കലണ്ടറിൽ 10ാം മാസം ഒക്ടോബർ. ഇംഗ്ലീഷ് കലണ്ടറിൽ 10ാം മാസം ഒക്ടോബർ 23 അതുപോലെ കൊടുത്തിട്ടുണ്ട്. മറക്കല്ലേ. ഇംഗ്ലീഷ് കലണ്ടറിൽ 10ാം മാസം ഒക്ടോബർ 23 അതുപോലെ കൊടുത്തിട്ടുണ്ടോ? അതുപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കാം. അപ്പോൾ അത് കറണ്ട് അഫെയർ പോയിൻ്റാണ്. എല്ലാ വർഷവും ഒക്ടോബറിലല്ലേ കറണ്ട് അഫെയർ പോയിൻ്റാണ്. എല്ലാ വർഷവും ഒക്ടോബറിൽ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്. മറന്നു പോകല്ലേ നിങ്ങൾ കേട്ടോ. ശരി, വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാം. അടുത്ത വായിച്ചു നോക്കിയടേ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ. അടുത്ത ബോർഡിലേക്ക് നോക്കുക. നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പേര് പരിചയപ്പെട്ടേ. ജോൺ ഡാൾട്ടൺ. ബോർഡിലേക്ക് നോക്കണേ. നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ പേര് പരിചയപ്പെട്ടേ. ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 3 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഇദ്ദേഹം 1800 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 1803 ബഹു ആനുപാതിക നിയമം കിട്ടിയായിരുന്നോടെ. ആ ബോർഡിലുണ്ട് 1803 ബഹു ആനുപാതിക നിയമം. അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വിളിപ്പേരെന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ശരിയാണോ? സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? ജോൺ ഡാൾട്ടൺ. തിയറീൻ്റെ പേരെന്താണ്? ഒന്നുകിൽ വിളിപ്പേര് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വർഷമേതാ? 1803. അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താണ്? ബഹു ആനുപാതിക നിയമം എന്ന് പറഞ്ഞു വിളിക്കുക അല്ലേ. എന്താ വിളിപ്പേര്? ബഹു തിയറി വേണമെന്നില്ല കേട്ടോ. തിയറി വേണ്ട. നമുക്ക് എന്ത് മതി? ആ ഒരു പേര് മാത്രം കിട്ടിയാൽ മതി. ചോദ്യം ഇങ്ങനെ ആയിരിക്കും. ഒരു 4 പ്രസ്താവന കൊടുക്കും. അതിലൊരു പ്രസ്താവനയായിരിക്കും 1803 ബഹു ആനുപാതിക നിയമത്തിൻ്റെ പിതാവ് ജോൺ ഡാൾട്ടൺ. പ്രസ്താവന ശരിയോ തെറ്റോ? ശരി. അല്ലെങ്കിൽ പറയാം ഒരു മാച്ച് ദി ഫോളോയിങ് ചോദിക്കാം. അവിടെ കാണാൻ പറ്റും 1803 ബഹു ആനുപാതിക നിയമം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ശരിയാണ്. മറന്നു പോകല്ലേ. പക്ഷെ പോയിന്റ് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഡാൾട്ടണുമായി ബന്ധപ്പെട്ട 3 പോയിന്റുകൾ ഫോക്കസ് ചെയ്യുക. 1803 ബഹു ആനുപാതിക നിയമത്തിൻ്റെ പിതാവ്. ഇംഗ്ലീഷിൽ എന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇംഗ്ലീഷ് വേണമെന്നില്ല, ഞാൻ അതുകൊണ്ട് അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാകാൻ കൊണ്ട് കേട്ടോ. അപ്പോൾ നോക്ക്, 1803 ബഹു ആനുപാതിക നിയമത്തിൻ്റെ പിതാവാരാ? ജോൺ ഡാൾട്ടൺ. അദ്ദേഹത്തിന് 3 പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലേ. ആറ്റം. 1808 അല്ലെങ്കിൽ 1807 ബോർഡിലുണ്ടേ. 1808 അല്ലെങ്കിൽ 1807 ആറ്റത്തിൻ്റെ പിതാവ് കിട്ടിയായിരുന്നോ? 1808 അല്ലെങ്കിൽ 1807 ആറ്റം എന്ന ആശയത്തിൻ്റെ പിതാവ്. 3 തിയറീൻ്റെ പേര് പറഞ്ഞില്ലേ? എന്തൊക്കെയാ പേര്? ഒന്ന് ലോ ഓഫ് ഒന്നെന്തായിരുന്നു നമ്മുടെ ആധുനിക അല്ലേ, ഓർക്കുന്നുണ്ടോ? ആധുനിക അറ്റോമിക് സിദ്ധാന്തം. അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. ഒന്നുകിൽ വിളിപ്പേര് ആധുനിക അറ്റോമിക് സിദ്ധാന്തം, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താണ്? ബില്ലിയാർഡ്. കിട്ടിയോ? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. ശരിയല്ലേ? അതുമല്ലെങ്കിൽ ഒന്നുകിൽ ആധുനിക അറ്റോമിക് സിദ്ധാന്തം, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം. ശരിയല്ലേ? അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? അതുമല്ലെങ്കിൽ നമ്മൾ കണ്ടു ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പോൾ അതായിരുന്നു 808 അല്ലെങ്കിൽ 807. അടുത്തത് നമ്മൾ എഴുതാത്തൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഇല്ലാത്തൊരു പോയിന്റ് ഉണ്ട്. മുകളിലേക്ക് നോക്കിയേ. ഇദ്ദേഹമാണ് ഡാൾട്ടണിസം എന്ന അസുഖത്തിൻ്റെ ഫൗണ്ടർ. ഇദ്ദേഹമാണ്
ഡാൾട്ടണിസം എന്ന അസുഖത്തിൻ്റെ ഫൗണ്ടർ. അതും അല്ലെങ്കിൽ അതിനെ വിളിപ്പേരെന്താ? വർണ്ണാന്തത എന്ന് വെച്ചാൽ വർണ്ണങ്ങളിൽ അന്ധത. അതാണ് എന്താ? വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വിളിപ്പേരെന്താ? വർണ്ണാന്തത അല്ലെങ്കിൽ വിളിപ്പേരെന്താ? വർണ്ണങ്ങളിൽ അന്ധത. പഠിച്ചോ നിങ്ങൾ? അപ്പോൾ ഡാൾട്ടണിസം എന്ന അസുഖത്തിൻ്റെ പിതാവ്, വർണ്ണാന്തത എന്ന അസുഖത്തിൻ്റെ ഫൗണ്ടർ, കളർ ബ്ലൈൻഡ്നെസ് എന്ന അസുഖത്തിൻ്റെ ഫൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലാണ് വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. മറന്നുപോകല്ലേ, ഈ ലോകത്തിൽ ആദ്യമായിട്ട് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്തത എന്ന അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലാണ്. ശരിയല്ലേ? അപ്പോൾ ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഡാൾട്ടണിസം അല്ലെങ്കിൽ വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ഡാൾട്ടണിസം എന്ന അസുഖത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഒന്നെങ്കിൽ വിളിപ്പേരെന്താ? ഡാൾട്ടണിസം. അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? വർണ്ണാന്തത. അതും അല്ലെങ്കിൽ വിളിപ്പേരെന്താ? കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലാണ് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നു? വർണ്ണാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ എന്താ? ഡാൾട്ടണിസം എന്ന് പറഞ്ഞ് വിളിക്കാം. ശരിയല്ലേ? ക്ലിയറാണ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. സംഭവം അസുഖം അറിയാമല്ലോ അല്ലേ? നിറങ്ങളെ തിരിച്ചറിയാൻ, കണ്ടോ? വർണ്ണങ്ങളിൽ അന്ധത, കളർ കാണാൻ കഴിയില്ല. നിറങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമാണ് ഇത്, വർണ്ണാന്ധത. സെറ്റാണേ. വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. എന്നാ ബുള്ളിലേക്ക് നോക്കിയാടേ, ഒരു ആറ്റത്തിൻ്റെ ഘടന ഒന്ന് നോക്കിയേ. ഇവിടെ ഒരു ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ ഒരാറ്റം ഇവിടെ വരയ്ക്കാം. ബുള്ളിലേക്ക് നോക്ക്. ഒരാറ്റം എടുത്ത് നടുക്കാരുണ്ട്, ന്യൂക്ലിയസിനകത്തായിരിക്കുന്നുണ്ട് P+ന് ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ? അതെ. ഒരു ആറ്റം എടുത്താൽ എപ്പോഴും നടുക്കാരുണ്ട്, ന്യൂക്ലിയസിനകത്തായിരിക്കുന്നുണ്ട് P+ന്. P ആരാടേ? പ്രോട്ടോൺ. N ആരാടേ? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നു അല്ലേ? ഒരാറ്റം എടുത്താൽ എപ്പോഴും നടുക്കാരാ? P+N. P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ? കണ്ടോ? ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ അല്ലേ? ശരിയല്ലേ? ക്ലിയർ. അപ്പോൾ ഒരു ആറ്റം എടുത്താൽ എപ്പോഴും നടുക്കാരുണ്ട്, ന്യൂക്ലിയസിനകത്തായിരിക്കുന്നുണ്ട് P+ന്. P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക്? അത് ആറ്റം എടുത്താൽ ബേസിക്കലി അടിസ്ഥാനപരമായി 3 കമ്പോണൻസ്. ശരിയല്ലേ? ഒരു ആറ്റം എടുത്താൽ അടിസ്ഥാനപരമായി 3 കമ്പോണൻസ് ആരൊക്കെയാടേ? ഒന്നാരാ? പ്രോട്ടോൺ. രണ്ടാരാടേ? ഇലക്ട്രോൺ. മൂന്നാരാടേ? ന്യൂട്രോൺ. ശരിയല്ലേ? അപ്പോൾ ആ ബോളിലുണ്ട് ഒരാറ്റം എടുത്താൽ അടിസ്ഥാനപരമായി 3 കമ്പോണൻസ്. ഒന്നാരാ? പ്രോട്ടോൺ. രണ്ടാരാ? ഇലക്ട്രോൺ. മൂന്നാരാ? ന്യൂട്രോൺ. ശരിയാണോടെ? ശരിയാണ്. അതുപോലെ ഒരു ന്യൂക്ലിയസ് ബോളിലുണ്ട്. ഒരു ന്യൂക്ലിയസ് എടുത്താൽ 2 കമ്പോണൻസ്. ആരൊക്കെ? 2 പേര്. ഒന്നാരാടേ? പ്രോട്ടോൺ. രണ്ടാരാടേ? ന്യൂട്രോൺ. മറന്നു പോകല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയസ് എടുത്താൽ 2 പേരുണ്ട്. ഒന്നാരാടേ? പ്രോട്ടോൺ. രണ്ടാരാടേ? ന്യൂട്രോൺ. ശരിയല്ലേ? ക്ലിയർ ആണേ. ഇപ്പോൾ ന്യൂക്ലിയസിൽ 2 പേർ. ഒന്നാരാടേ? പ്രോട്ടോൺ. രണ്ടാരാടേ? ന്യൂട്രോൺ. നമ്മുടെ ഫിഗറിൽ കാണാൻ പറ്റും. P ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ചുറ്റും ആര് കിടന്ന് കറങ്ങുന്നു? ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ? നോക്കൂ. ശരിയല്ലേ? ക്ലിയർ ആണ്. അതാണ് ഇവിടെ ഒരു ആറ്റത്തിനുള്ളിൽ ഏറ്റവും ചെറിയ കണമാറാ ഇലക്ട്രോൺ അല്ലേ? സൈസ് വെച്ചിട്ട് ഒരു ആറ്റത്തിനുള്ളിലെ ഏറ്റവും ചെറിയ കണമാരാടേ? ഇലക്ട്രോൺ. മറന്നുപോകല്ലേ? എങ്കിൽ നോക്ക്. ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നു ആരാടേ? പ്രോട്ടോൺ. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, ഒരാറ്റത്തിലെ ഫിംഗർ പ്രിൻ്റ് എന്നറിയപ്പെടുന്നു ആരാടേ? പ്രോട്ടോൺ. തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നു ആരാടേ? പ്രോട്ടോൺ. കിട്ടിയായിരുന്നോ? അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിലെ സൈസ് വെച്ച് ഏറ്റവും ചെറിയ കണമാരാ? ഇലക്ട്രോൺ. തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്ന ആരാ? പ്രോട്ടോൺ. ഫിംഗർ പ്രിൻ്റ് എന്നറിയപ്പെടുന്നു ആരാ? പ്രോട്ടോൺ. അതുപോലെ തന്നെ ഒരാറ്റത്തിനുള്ളിലെ ഏറ്റവും വലിയ കണമാരാടേ? ന്യൂട്രോൺ. മറന്നുപോലെ സൈസ് വെച്ചിട്ട് നമ്മൾ സൈസ് പോകുന്ന വഴി കാണും. അപ്പോൾ
സൈസ് വെച്ചിട്ട് ഒരു ആറ്റത്തിനുള്ളിലെ ഏറ്റവും വലിയ കണം ആരാടെ? ന്യൂട്രോണ്. തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്ന ആരാടെ? പ്രോട്ടോണ്. ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആരാടെ? പ്രോട്ടോണ്. ഏറ്റവും ചെറിയ കണം ആരാടെ? ഇലക്ട്രോൺ. ചലിക്കുന്ന കണം ആരാ? ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ ഒരു ആറ്റം എടുത്താൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന കണം ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് കറങ്ങുകയല്ലേ? അപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന കണം ആരാടെ? അത് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ഏറ്റവും ചെറിയ കണം ആരാടെ? ഇലക്ട്രോൺ. ഒരാറ്റത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കുന്ന ആരാടെ? പ്രോട്ടോൺ. ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നു ആരാടെ? പ്രോട്ടോൺ. വിരലടയാളം എന്നറിയപ്പെടുന്നു ആരാടെ? പ്രോട്ടോൺ. അത് വിരലടയാളം, ഫിംഗർ പ്രിന്റ്, വിരലടയാളം എന്നറിയപ്പെടുന്നു ആരാടെ? പ്രോട്ടോൺ. അതുപോലെ തന്നെ വലിയ കണം ആരാ? ന്യൂട്രോൺ. സൈസ് വെച്ചിട്ടാണ്, സൈസ് നമ്മൾ പോകുന്ന വഴി കാണാം കേട്ടോ. ഓരോന്നിൻ്റെ സൈസ് നമ്മൾ കാണും പോകുന്ന വഴിക്ക്. ആ ബോർഡിലുണ്ട്. ഓരോ ആൾക്കാരെയും വിശാലമായി പഠിക്കാം. ഓരോ ആൾക്കാരെയും വിശാലമായി പഠിക്കാം. ഫസ്റ്റ് പരിചയപ്പെടുന്നു ആരാടെ? ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ പിതാവ് ആരാടെ? ജെ തോംസൺ. ഫാദർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ പിതാവിനെ പരിചയപ്പെട്ടെ ജെ തോംസൺ ആണ്. കണ്ടുപിടിച്ച വർഷം എന്താ ബോർഡിലുണ്ട്? 1897. കിട്ടിയോ? 1897 ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ജെ തോംസൺ. കിട്ടിയോ? സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? തോംസൺ ആണ്. എങ്കിലും ഒന്ന് ബോർഡിലേക്ക് നോക്കണേ. എടേ, ഇലക്ട്രോണിനെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തോംസൺ നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരെന്താ? തോംസൺ നടത്തിയ പരീക്ഷണത്തിൻ്റെ പേര് ബോർഡിലുണ്ട്. കാഥോഡ് റേ. ബോർഡിലുണ്ട്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ബോർഡിലുണ്ട്. തോംസൺ നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരെന്താണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് തോംസൺ നടത്തിയ പരീക്ഷണത്തിൻ്റെ പേര് പറഞ്ഞാടേ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. എന്താ വിളിപ്പേര്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇലക്ട്രോണിൻ്റെ പിതാവാര? ജെ തോംസൺ. കണ്ടുപിടിച്ച വർഷം ഏതാ? 1897. എങ്കിൽ ബോർഡിലേക്ക് നോക്കണേ. എടേ, ഇലക്ട്രോണിൻ്റെ ചാർജ് എങ്ങനെ? നെഗറ്റീവ് അല്ലേ? തീർച്ചയായിട്ടും. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആരാടെ? ഇലക്ട്രോൺ. പഠിച്ചായിരുന്നോ? എങ്കിൽ വീണ്ടും ബോർഡിലേക്ക് നോക്കിയടേ. ഒരാറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം എങ്ങനെ വരും? ഇത്രേൻ്റെ മൂല്യം പറയുന്നത് -1.6 × 10⁻⁻19 കൂളോം. 10ൻ്റെ പവർ വിട്ടു പോകല്ലേ? -1.6 × 10⁻⁻19 കൂളോം. ശരിയല്ലേ? ഓക്കെ. എങ്കിൽ വീണ്ടും ബോർഡിലേക്ക്. ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളോം. ചാർജ് കണ്ടുപിടിച്ച ആരാടെ? സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? മില്ലിക്കൺ. ചാർജ് കണ്ടുപിടിച്ച ആരാടെ? മില്ലിക്കൺ. ശരിയാണോ? ചാർജ് കണ്ടുപിടിച്ച ആരാടെ? മില്ലിക്കൺ. മില്ലിക്കൺ ചാർജ് കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1909. ചാർജുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൻ്റെ പേരെന്താ? ചാർജുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൻ്റെ പേരുണ്ടോ? ഇല്ല, ഞാൻ എഴുതിത്തരാം. ഇവിടെ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ചാർജുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരെന്താ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിൻ്റെ വർഷം പറയുമോ? 1909. ഇവിടെ അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചതാരാ? രണ്ടും രണ്ടാൾക്കാരാണ് കേട്ടോ. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് തോംസൺ. തോംസണിൻ്റെ പരീക്ഷണത്തിൻ്റെ പേര് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ്. എന്നാൽ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷം എപ്പോഴാണ്? 1897. ഇലക്ട്രോണിൻ്റെ ചാർജുമായി ബന്ധപ്പെട്ട പരീക്ഷണം അത് നോക്കൂ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചതാരാ? അത് മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ചാർജ് കണ്ടുപിടിച്ച വർഷം പറയടേ? 1909. മില്ലിക്കണിൻ്റെ പരീക്ഷണത്തിൻ്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ എങ്ങനെയാണ്? -1.6 × 10⁻⁻19 കൂളോം. കിട്ടിയോ? അപ്പോൾ -1.6 × 10⁻⁻19 കൂളോമ്പാണ്. ചാർജുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൻ്റെ പേരെന്താ? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ചാർജുകൾ മില്ലിക്കൺ. സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? മില്ലിക്കൺ. ചാർജ് കണ്ടുപിടിച്ചത് മില്ലിക്കൺ. ചാർജ് കണ്ടുപിടിച്ച വർഷം പറ? 1909 ആണ്. 1909. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ പിതാവ് ആരാ? ജെ തോംസൺ. തോംസൺ നടത്തിയ പരീക്ഷണത്തിൻ്റെ പേരെന്താ? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച വർഷം 1897. നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം എങ്ങനെയാണ്? -1.6 × 10⁻⁻19 കൂളോം. ഓക്കെ അല്ലേ? ഇനി മില്ലിക്കണെ കിട്ടിയായിരുന്നു? മില്ലിക്കണെ കിട്ടി.
അപ്പോൾ 909 മില്ലിക്കണ്ടൊരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ടു ഫൈൻഡ് ദി ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കുക. അങ്ങനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? മാസ് വേണം. അപ്പോൾ ഇത്രയൊന്ന് വായിച്ചോട്ടെ ഞാൻ. അപ്പോൾ ഇത്ര എഴുതി വായിക്കുകയാണേ. അടുത്ത ബോർഡിലേക്കുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് പറഞ്ഞേടേ. മാസുമായി ബന്ധപ്പെട്ടത് ആ ബോർഡിലുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് ആ ബോർഡിലുണ്ട്. ഞാനൊന്ന് എഴുതി തരാം കേട്ടോ. അവിടെ എഴുതിയേക്കുന്നതിൽ ചെറിയൊരു കറക്ഷൻ. 9.10 ഇൻറ്റു 10⁻⁻31 kg. ഗ്രാമിലേക്ക് പോകുമ്പോൾ 9.10 ഇൻറ്റു 10⁻28 ഗ്രാം കിട്ടിയായിരുന്നോ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് കിലോഗ്രാമിൽ 9.10 ഇൻറ്റു 10⁻31 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 9.10 ഇൻറ്റു 10⁻28. 10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്ത് -28 ഗ്രാം കിട്ടിയായിരുന്നോ? ഇത് -31 ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 ഓപ്ഷൻ വരുന്ന സമയത്ത് യു ഫോക്കസ് ഓൺ 10th പവർ. 10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യുക. കിലോഗ്രാമിലാണെങ്കിൽ 9.10 ഇൻറ്റു 10⁻31 kg. ഗ്രാമിലാണെങ്കിലോടെ 9.10 ഇൻറ്റു 10⁻31 ഗ്രാം ആണ് താനും. ക്ലിയർ അല്ലേ? സെറ്റാണ്. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്നു. പരിചയപ്പെടാം. അടുത്ത ആളുടെ പേരെന്താണ്? പ്രോട്ടോൺ. നോക്ക് എടേ, പ്രോട്ടോണിൻ്റെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ബോർഡിലുണ്ട് ഫാദർ ഓഫ് പ്രോട്ടോണിൻ്റെ പിതാവാരാടെ? ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷമുണ്ടോ? 1920. എപ്പോഴാണ് കണ്ടുപിടിച്ച വർഷം? 1920. ഇനി പ്രോട്ടോണിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണമുണ്ട്. പരീക്ഷണത്തിൻ്റെ പേരെന്താ? ബോർഡിലുണ്ട്. ആൽഫാറെ ഗോൾഡ് ഫോയിൽ മതി, ഡിസ്ചാർജ് വേണ്ട. ഞാനത് പറഞ്ഞു തരാം. ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം. മറന്നുപോലെ ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണത്തിൻ്റെ വർഷമുണ്ടോ? വർഷം 1911. നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടല്ലേ? നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയിടേ. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. ഒരു സ്വർണ്ണ തകിട്, ഒരു ഗോൾഡ് ഫോയിൽ എടുക്കും. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ. ശേഷം ദൂരെ നിന്ന് ആര് സ്ട്രൈക്ക് ചെയ്യിക്കും? ഹീലിയം അല്ലെങ്കിൽ ആൽഫ. ദൂരെ നിന്ന് ആരെ സ്ട്രൈക്ക് ചെയ്യിക്കും? ആൽഫയ്ക്ക് സ്ട്രൈക്ക്. ഇപ്പോൾ ആൽഫ ഒന്ന് ഇടിക്കും അല്ലേ? അപ്പം ഇങ്ങനെ ഒന്ന് ഇടിക്കും. അപ്പം ഇതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് പോവും. ഇങ്ങനെ പോവും. ആണ് അവസ്ഥ. അപ്പോൾ ബോർഡിലുണ്ട് ഒരു ഗോൾഡ് ഫോയിൽ. നോക്കണേ, ഒരു ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ സ്വർണ്ണ തകിടിലേക്ക് ആര് വന്ന് ഇടിക്കുന്നു? ആൽഫ റൈസ്. ഒരു ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ സ്വർണ്ണ തകിടിലേക്ക് ആൽഫ ഒന്ന് ഇടിക്കുന്ന സമയത്ത് അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് പോകും. അത് വെച്ചിട്ട് അദ്ദേഹം നടത്തിയൊരു പരീക്ഷണമായിരുന്നു ആൽഫാറെ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം. എപ്പോഴതിൻ്റെ വർഷം? 1911. അപ്പോഴായിരുന്നു പരീക്ഷണത്തിൻ്റെ വർഷം. അപ്പോൾ ഈ പരീക്ഷണം വഴി റിസൾട്ട് കിട്ടിയത് എപ്പോഴാണ്? 1920 കിട്ടിയോ? 920 സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. കിട്ടിയായിരുന്നു. ഇനി അടുത്ത വീണ്ടും ബോളിലേക്ക് നോക്കിയടേ. നമുക്കതിൻ്റെ മാസ് വേണം കേട്ടോ. ചാർജ് പറഞ്ഞില്ലല്ലോ. ചാർജ് കൂടെ പറഞ്ഞുതരാം. ചാർജ് ഞാൻ ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവണം, ചെക്ക് ചെയ്യാം. മാസ് അവിടെ എഴുതിയിട്ടുണ്ടല്ലേ? മാസ് ഞാൻ വേറെ, മാസും ചാർജും ഒക്കെ 10ൻ്റെ പവർ മാറിക്കിടക്കുകയാണ് കേട്ടോ. ഞാനത് വേറെ എഴുതി തരാം. ഇപ്പം കൊണ്ടും കൂടെ 10ൻ്റെ പവർ അങ്ങ് മേളിൽ കയറി കിടക്കും. അപ്പോൾ ഞാൻ വേറെ എഴുതി തരട്ടെ. അത് ഇപ്പോൾ എഴുതി തരാവേ. മുകളിലേക്ക് നോക്ക്. അപ്പോൾ ചാർജ് എങ്ങനെ? പോസിറ്റീവ് അല്ലേ? അതെ, പോസിറ്റീവ് ചാർജാണ്. ചാർജിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. അപ്പോൾ മറന്നുപോയല്ലേ നിങ്ങൾ? ബോർഡിലുണ്ട് ഇലക്ട്രോണിനെ എടുത്താലും പ്രോട്ടോണിനെ എടുത്താലും. മറന്നുപോയല്ലേ? നമ്മൾ ഇലക്ട്രോണിനെ എടുത്താലും ശരി, പ്രോട്ടോണിനെ എടുത്താലും ശരി, -10ൻ്റെ പവർ എങ്ങനെയാണേ? -19 കൂളോമ്പ് പറയണം. ചാർജുമായി ബന്ധപ്പെട്ട് 10⁻⁻19 കൂളോമ്പ് പറഞ്ഞിരിക്കണം. മറന്നുപോയല്ലേ? ക്ലിയറാണ്. എങ്കിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു. പ്രോട്ടോണിൻ്റെ മാസ് നമുക്ക് വേണം. ഇത്ര വരും മാസ്. ബോർഡിലുണ്ട് 1.67 ഇൻറ്റു 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുന്ന സമയത്തോ 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം കിട്ടിയായിരുന്നു. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് എങ്ങനെയാണ്? 1.67 ഇൻറ്റു 10⁻⁻27 kg.
ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.67 ഇൻറ്റു 10⁻⁻24 10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യൂ നിങ്ങൾ. സോ ഫോക്കസ് ഓൺ 10th പവർ 10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്ത് 1.62 ഇൻറ്റു 10⁻⁻27 kg ഗ്രാമിലേക്ക് പോകുമ്പോൾ 1.62 ഇൻറ്റു 10⁻⁻24 ഗ്രാം. സെറ്റാണ്. റൈറ്റ്. വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത പരിചയപ്പെടാം. അടുത്ത വായിച്ചു നോക്കിയടേ. ചാർജും പറഞ്ഞു, മാസും പറഞ്ഞു അല്ലേ. അടുത്ത് നോക്കാം നമുക്ക്. ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബോർഡിലേക്ക് നോക്കി. ഇത് പഴയ നമ്മുടെ കോട്ടയം ജില്ല LDC 2017 PYQ ആണ്. PYQ ആണ് 2017 LDC കോട്ടയം. മറന്നു പോകല്ലേ. 2017 കോട്ടയം ജില്ല LDC കിട്ടിയായിരുന്നോടെ. 2017 LDC കോട്ടയം ജില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണേ. നോക്ക്, പ്രോട്ടോണിൻ്റെ മാസ് കിലോഗ്രാമിൽ എത്രയാണ്? 4 ഓപ്ഷൻ കണ്ടായിരുന്നോ? 4 ഓപ്ഷൻ. ഇവിടെയും 10ൻ്റെ പവർ താഴെ കിടക്കുകയാണേ. നമുക്കത് മേളിലാക്കാം. ഇത് -26 kg എന്ന് വരും. ഇത് -25 kg എന്നും പറഞ്ഞു വരും കേട്ടോ. ഇത് നമുക്ക് -24 ആണ്. 10ൻ്റെ പവർ മുകളിൽ വരുവേ. ഇത് നമുക്ക് -27 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 4 ഓപ്ഷൻ വരുന്ന സമയത്ത് ബോർഡിലേക്ക് നോക്ക്. 10ൻ്റെ പവറുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫിസിക്സിലോ കെമിസ്ട്രിയിലോ, സാധാരണ ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ് ഇങ്ങനെ ഈ 10th പവറുകൾ വരുന്നത്. ഇങ്ങനെ 10ൻ്റെ പവർ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും തുടക്കം നോക്കണ്ട. കിട്ടിയായിരുന്നോടെ? തുടക്കം നോക്കണ്ട. തുടക്കത്തുണ്ടോ? 4 ഓപ്ഷനിൽ ആരുണ്ട്? 1.62 ഇൻറ്റു 10, 1.62 ഇൻറ്റു 10, 1.62 ഇൻറ്റു 10, 1.62 ഇൻറ്റു 10. സോ ഫോക്കസ് ഓൺ 10th പവർ. 10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേടേ. 10⁻⁻27 kg. ശരിയല്ലേ? -27ലേക്ക് ഫോക്കസ് ചെയ്തേ. കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു 10ൻ്റെ പവറിലേക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ PQ ആണ് 2017 LDC കോട്ടയം ജില്ല LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ തുടക്കം വേണ്ട. 10ൻ്റെ പവർ മാത്രമായി. തുടക്കത്തിൽ 4 പേർക്കും തുടക്കം ഒരേപോലെ ആയിരിക്കും കേട്ടോ. വെൽ സെറ്റ്. അടുത്ത ലാസ്റ്റ് ഒരാളെ ഇവിടെ പരിചയപ്പെടാം. ആളുടെ പേരെന്താ? ന്യൂട്രോണിനെ കണ്ടുപിടിച്ച വർഷമുണ്ടോ? 1932. ബോർഡിലേക്ക് നോക്കണേ. ന്യൂട്രോൺ. ബോർഡിലേക്ക് നോക്ക്. ന്യൂട്രോണിൻ്റെ പിതാവാരാണേ? ജെയിംസ് ചാഡ്വിക്ക്. മറന്നുപോലെ ഫാദർ ഓഫ് ന്യൂട്രോണിൻ്റെ പിതാവാരാണേ? ജെയിംസ് ചാഡ്വിക്ക് ആണ്. കണ്ടുപിടിച്ച വർഷമുണ്ടോ? 1932. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ന്യൂട്രോൺ ഇറ്റ്സ് എ ന്യൂട്രൽ പാർട്ടിക്കിൾ. ചാർജ് ഇല്ലടേ. ഇറ്റ്സ് എ ന്യൂട്രൽ പാർട്ടിക്കിൾ. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ. ന്യൂട്രൽ പാർട്ടിക്കിൾ. ശരിയാണോ? ശരിയാണ്. മാസ് പറയുമോ? മാസ് എങ്ങനെ? 1.67 ഇൻറ്റു 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.67 ഇൻറ്റു 10⁻10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യും. -24 ഗ്രാം. കിട്ടിയായിരുന്നോ? അപ്പോൾ ന്യൂട്രൽ പാർട്ടിക്കിളാണ്. കിലോഗ്രാമിലാണെങ്കിൽ 1.67 ഇൻറ്റു 10⁻⁻27 kg. ഗ്രാമിലാണെങ്കിൽ 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ശരിയാണോടെ? അപ്പോൾ കിലോഗ്രാമിൽ 1.67 ഇൻറ്റു 10⁻⁻27, ഗ്രാമിലേക്ക് പോകുന്ന സമയത്ത് 1.66 ഇൻറ്റു 10⁻⁻20. അപ്പോൾ നമ്മൾ 24. അപ്പോൾ നോക്കണം, പ്രോട്ടോൺ വന്നാലും ശരി, ന്യൂട്രോൺ വന്നാലും ശരി. സോ ഫോക്കസ് ഓൺ 10th പവർ. 10ൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യണം. പറഞ്ഞില്ലേ, രണ്ടും ഒരേപോലെ അല്ലേ? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും 10ൻ്റെ പവർ ഒരേപോലെ. രണ്ടു പേർക്കും എങ്ങനെയാണ്? 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോൾ രണ്ടുപേർക്കും എങ്ങനെയാണ്? 10⁻⁻24 ഗ്രാം. ശരിയല്ലേ? ഇപ്പോൾ കിലോഗ്രാമിൽ രണ്ടുപേർക്കും 10⁻⁻27 kg, ഗ്രാമിൽ രണ്ടുപേർക്കും 10⁻⁻24 ഗ്രാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ പിതാവാര ജെയിംസ് ചാഡ്വിക്ക്. കണ്ടുപിടിച്ച വർഷം ഏതാണേ? 1932. ഇതൊരു ന്യൂട്രൽ പാർട്ടിക്കിളാണോ? തീർച്ചയായിട്ടും ഒരു ന്യൂട്രൽ പാർട്ടിക്കിളാണ്. 10ൻ്റെ പവർ എങ്ങനെ? 1.67 ഇൻറ്റു 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം. സെറ്റാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ന്യൂട്രോൺ വരെയാണേ, മറന്നു പോകല്ലേ. അപ്പോൾ ന്യൂട്രോൺ വരെ, അതായത് നമ്മൾ ഇന്ന് മൊത്തത്തിൽ പഠിച്ചത് കണ്ടല്ലോ. എവിടം വരെ പഠിച്ചു? ആറ്റം, അതിൻ്റെ IUPACസിനെ പറ്റി പഠിച്ചു, ദ്രവ്യത്തെ പറ്റി പഠിച്ചു, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ,
അതുപോലെ തന്നെ നമ്മൾ ഓരോ ആൾക്കാർ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ്, അതുപോലെ തന്നെ ചാർജ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് വരാവൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.